ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും എങ്ങനെ പോകുന്നു? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ സമയവും കടന്നു പോകും അല്ലേ? ഓക്കെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? പ്രായം എത്ര ആയിക്കോട്ടെ, ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയവരായിക്കോട്ടെ, എത്ര പ്രായം കഴിഞ്ഞാലും നമുക്കെല്ലാവർക്കും ഒരേപോലെ താല്പര്യമുള്ള ഒരു മേഖലയായിരിക്കും സ്റ്റോറീസ്. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ദിസ് സ്റ്റോറി ഇസ് അബൌട്ട് ദ ബോണ്ട്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മനുഷ്യബന്ധങ്ങളുടെ ബോണ്ട്, അതിനെക്കുറിച്ചാണ് ഈ കഥ. ദേ ആർ സോ കോംപ്ലക്സ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു എക്സ്പ്ലെയിൻ. ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്റ്റോറി. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഇറ്റ് വാസ് നിയർലി 1 o'clock and I was feeling extremely hungry. So I made my way slowly to a vegetarian restaurant which was not far away in St. Martin's Lane. Lunch hours in London restaurants were not so crowded in those days. അപ്പോൾ നമ്മുടെ കഥ വായിച്ചപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദ സ്പീക്കർ ഈസ് ദ ഓഥർ ഹിംസെൽഫ്. ഇതിൽ ഞാനെന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത്. ഓഥർ തന്നെയാണ് ഈ കഥയിലെ സ്പീക്കർ, കഥയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉച്ചക്ക് 1 മണിക്കാണ്, ഏകദേശം 1 മണിയായ സമയത്ത് ഹി വാസ് എക്സ്ട്രീംലി ഹംഗ്രി ആൻഡ് ഹി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. ലണ്ടനിലാണ് കഥ നടക്കുന്നത്. ലണ്ടനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ് ഓഥർ. അദ്ദേഹം പറയുന്ന ആ സമയത്ത് ഉച്ച സമയത്ത് ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വർ നോട്ട് സോ ക്രൗഡഡ്. അത്ര ആളൊന്നുമില്ല, അത്ര തിരക്കൊന്നുമില്ലാത്ത സമയമാണ്. അപ്പോൾ I found not more than 3 or 4 hungry people scattered around the room. I chose a table, seated myself and opened the newspaper. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ 4-5 ആൾക്കാർ മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻറ്റിൽ, വേറെ ആരുമില്ല. അദ്ദേഹം ഒരു ടേബിൾ സെലക്ട് ചെയ്തു, അതിലിരുന്നിട്ട് പത്രം വായിക്കാൻ തുടങ്ങി. സാധാരണ ഹോട്ടലിൽ വിശന്ന് കയറിയാൽ, വലിയ ഹോട്ടലിലൊക്കെ കയറാൻ ദേഷ്യം വരുമല്ലോ നമുക്ക്. ആദ്യം ഒരു പ്ലേറ്റ് കൊണ്ടുവെക്കും, പിന്നെ ഒരു ചെറിയ ചൂടുവെള്ളം കൊണ്ടുവന്ന് വെക്കും. ഒക്കെ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പം ആക്രാന്തമായിരിക്കും അല്ലേ? ആണോ? ചിലപ്പോഴൊക്കെ ഐ ഫെൽറ്റ് സോ, ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു. ഓക്കെ. എ waitress came up and waited politely for my order. I raised my eyes from the paper, glanced at the menu and told her what I required. "Thank you, sir," she said and went briskly and noiselessly away. And after some time, a waitress came. She asked what he wanted. He ordered the food and she went. വെയിട്രസ് വന്നു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. നമ്മുടെ കഥാനായകൻ ആവശ്യമുള്ള കാര്യം ഓർഡർ ചെയ്തു. അവർ തിരിച്ചു പോയി. At that moment, my attention was drawn to a table not far from mine. A young English girl was sitting there. She had been watching me with interested surprise, but turned her eyes away as soon as I looked at her. അപ്പോൾ ആ വെയിറ്റേഴ്സ് പോയതിന് ശേഷമാണ് ഞാൻ കുറച്ച് അപ്പുറത്തുള്ള ഒരു ടേബിളിലേക്ക് നോക്കിയത്. അവിടെ ഒരു ഇംഗ്ലീഷ് ഗേൾ ഇരിക്കുന്നുണ്ട്. ആ കുട്ടി ഒരു സർപ്രൈസോട് കൂടി എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ അവളെ നോക്കിയപ്പോൾ പെട്ടെന്ന് അവൾ ആ നോട്ടം പിൻവലിച്ചു. ദി ഗേൾ വാസ് 13 or 14 years old. Her clothes betrayed her poverty. Her hair hung in a heavy stream down her back. Her eyes were large. They had a sad expression. I watched her when she was not looking so that she would not notice. My lunch was served as she was finishing hers. The waitress brought her the bill. Bills are paid at the desk as one goes out. The desk is near the door. അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിക്ക് 13-14 വയസ്സാണ് പ്രായം. അവളുടെ ആ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവൾ എത്രമാത്രം പോവർട്ടിയിലാണ് ജീവിക്കുന്നതെന്ന്. കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. വളരെ ലോങ് ആയിട്ടുള്ള നല്ല മുടി ഉണ്ടായിരുന്നു. ആൻഡ് ഷീ ഹാഡ് ലാർജ് ഐസ്, നല്ല വലിയ കണ്ണുകളുണ്ടായിരുന്നു. ബട്ട് ഇൻ ദാറ്റ് ഐസ് ഷീ വോഡ് എ സാഡ് എക്സ്പ്രഷൻ. ഒരു ദുഃഖമാണ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. അപ്പോൾ അദ്ദേഹം അവൾ കാണാതെ അവളെ വാച്ച് ചെയ്യുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ ലഞ്ച് സെർവ് ചെയ്യുന്നതിനനുസരിച്ച് അവളുടെ ലഞ്ച് കഴിഞ്ഞു. അദ്ദേഹത്തിന് ലഞ്ച് കിട്ടിയപ്പോഴേക്കും അവൾ ഏകദേശം അവളുടെ ലഞ്ച് ഫിനിഷ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ വെയിട്രസ് ഗേവ് ഹർ ദ ബില്ല് അടക്കേണ്ടത് ഡെസ്കിലാണ്. ഡെസ്ക് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഹോട്ടൽ പോലെ ഡോറിൻ്റെ അടുത്തായിട്ട് ഡെസ്ക് ഉണ്ടാവും, അവിടെയാണ് ബിൽ പേ ചെയ്യേണ്ടത്. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. മൈ ഐസ് ഫോളോഡ് ഹർ. As she paid her bill, she asked the cashier in a low voice, "Please, miss, can you tell me if that gentleman is an Indian?" "I think so," the cashier answered. "Does he come here all the time?" "Perhaps not. I do not recall having seen him before." അപ്പോൾ പെൺകുട്ടി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ലടക്കാൻ പോവാണ്. അവിടെ എത്തിയപ്പോൾ അവൾ പതുക്കെ ക്യാഷ്യറിനോട് ചോദിച്ചു, അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അയാളൊരു ഇന്ത്യനാണോ? ഓദറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ക്യാഷ്യർ പറയുന്നു, ആണെന്ന് തോന്നുന്നു. വീണ്ടും പെൺകുട്ടി ചോദിക്കാണ്, അദ്ദേഹം ഇവിടെ എപ്പോഴും വരാറുണ്ടോ? ക്യാഷ്യർ പറയുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല, അദ്ദേഹം ഇവിടെ ഇതിനു മുമ്പ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ്യർ ആ പെൺകുട്ടിയുടെ ക്വസ്റ്റ്യന് മറുപടി കൊടുത്തു. "Thank you," said the girl and looked at me once more with a startled air and went out. ഒന്നുകൂടി ഓദറിനെ നോക്കിയിട്ട്, നമ്മുടെ കഥാനായകനെ നോക്കിയിട്ട് ആ പെൺകുട്ടി തിരിച്ചുപോയി. It surprised me. Why? What was the matter? Her interest in me aroused my interest in her. When I had finished my lunch, I asked the waitress, "Do you know the girl who was sitting over there?" അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടി ആരാണെന്നറിയാൻ അദ്ദേഹത്തിനും ആഗ്രഹം തോന്നി. അപ്പോൾ അദ്ദേഹം വെയിട്രസിനോട് ചോദിച്ചു, ആ പെൺകുട്ടി ആരാണ്, അവിടെ ഇരുന്നിട്ട് ആ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? "No, sir, I do not know her to speak of. I have noticed she has lunch here on Saturdays." അപ്പോൾ വെയിട്രസ് പറയുന്നു, അവൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ശനിയാഴ്ചകളിൽ അവർ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, ലഞ്ച് കഴിക്കാറുണ്ട്, അത് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. "Doesn't she come on any other day?" ഓദർ ചോദിച്ചു. അവൾ ശനിയാഴ്ചകളല്ലാതെ വേറെ ദിവസങ്ങളിലൊന്നും വരാറില്ലേ? "I never see her on other days. Have you any idea who she is? Perhaps she works in a nearby shop. How do you know?" അപ്പം ഞാൻ അല്ലാത്ത ദിവസങ്ങളിൽ അവളെ കണ്ടിട്ടില്ല, ശനിയാഴ്ചകളിൽ മാത്രമേ അവളെ കണ്ടിട്ടുള്ളൂ. അവൾ ആരാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ചിലപ്പോൾ അവൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, വെയിട്രസ് പറഞ്ഞു. അപ്പോൾ ഓദർ ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? "Saturday is payday. സാറ്റർഡേ ആണ് ഇവർക്ക് ശമ്പളം കിട്ടുന്ന ദിവസം. That is when she comes. അപ്പോഴാണ് ഇവൾ വരുന്നത്. On other days she may not be able to afford lunch. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൾക്ക് ലഞ്ചിനുള്ള പൈസ തികയുന്നുണ്ടാവില്ല. Perhaps she doesn't earn very much. അവൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചെറിയ എന്തെങ്കിലും ജോലിയായിരിക്കും അവൾ ചെയ്യുന്നത്. I moved by what she said. The curiosity I felt about the girl persisted. Who was the child? Why had she inquired about me? Was some mystery the cause of her interest? Her poverty-stricken, sad and anxious figure took possession of my thoughts. On Sundays, all London shops are closed, so I set out to look for her after breakfast. On Monday morning, I looked into the shops on the streets near St. Martin's Lane, and especially the shops on the Strand, but I found no trace of the girl. ആരാണ് ഈ പെൺകുട്ടിയെന്ന് അറിയാഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഹി വാസ് വെരി ക്യൂരിയസ്. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. കാരണം തന്നെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി. താൻ ആരാണ്, താനൊരു ഇന്ത്യനാണോ എന്നൊക്കെ ആ കുട്ടി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി, അല്ലേ? അപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നി. അവളുടെ ആ ഒരു പോവേർട്ടി സ്ട്രിക്കൺ, സാഡ് ആൻഡ് ആൻഷ്യസ് ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്സ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൊക്കെ പിന്നീട് അവളുടെ ആ ദുഃഖം നിറഞ്ഞ കണ്ണുകളും പട്ടിണി നിറഞ്ഞ അവളുടെ ആ കോലവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞായറാഴ്ചകളിൽ ലണ്ടനിലെ കടകളൊക്കെ അടഞ്ഞു കിടക്കും. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാവിലെ ഈ കുട്ടിയെ അന്വേഷിച്ച് യാത്ര തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. സ്ട്രീറ്റിലുള്ള സെൻറ്റ് മാർട്ടിൻസ് ലെയിനിലെ സ്ട്രീറ്റിലുള്ള എല്ലാ കടകളിലും അദ്ദേഹം നോക്കി, പക്ഷേ ആ പെൺകുട്ടിയെ അവിടെ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. The week passed. Saturday came again. I presented myself at the vegetarian restaurant once more. As I entered, I saw her sitting at the same table as before. She was eating. I walked up and took the chair opposite hers, saying, "Good afternoon."
അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റിയില്ല. വീണ്ടും ശനിയാഴ്ചയായി. അപ്പോൾ ശനിയാഴ്ചകളിൽ ആ പെൺകുട്ടി അവിടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ വരും എന്നറിയാലോ. അങ്ങനെ അദ്ദേഹവും വീണ്ടും ആ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പോയി. അവിടെ ഹി കുഡ് സീ ദാറ്റ് ഗേൾ സിറ്റിംഗ് ഓൺ ദ സെയിം ടേബിൾ. അതേ ചെയറിൽ, കഴിഞ്ഞ ആഴ്ച ഇരുന്ന അതേ ചെയറിൽ ആ പെൺകുട്ടി ഇരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് കാണാൻ പറ്റി. അദ്ദേഹം ഒരു ചെയറിട്ട് അവളുടെ നേരെ ഓപ്പോസിറ്റിലിരുന്നിട്ട് അവളെ വിഷ് ചെയ്തു. ബൈ മേക്ക് ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഷീ റെസ്പോണ്ടഡ് ഹെസിസ്റ്റൻ്റ്ലി. വളരെ മടിച്ച് അവളും മറുപടി പറഞ്ഞു. By making one brief remark after another, I was able slowly to start a conversation. At last, she asked, "Are you an Indian?" "Yes." "Excuse me, are you a vegetarian?" "Why do you ask that? I have heard that most Indians are vegetarians." "How is that you know anything about India?" "My elder brother is in India. He's a soldier." അപ്പോൾ പെൺകുട്ടിയുമായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിനൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അവളുമായിട്ടൊന്ന് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ അവൾ ആദ്യം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണ്? "ആർ യു ആൻ ഇന്ത്യൻ?" നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ? അദ്ദേഹം യെസ് എന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, "ആർ യു എ വെജിറ്റേറിയൻ?" നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് അങ്ങനെ ചോദിക്കാൻ എന്താ കാരണം? പെൺകുട്ടിയുടെ മറുപടി എന്തായിരുന്നു? ഇന്ത്യയിൽ മിക്കവാറും ആൾക്കാർ, മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻ. ഐ ഹാവ് ഹേർഡ് സോ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്കവാറും ആളുകളൊക്കെ വെജിറ്റേറിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിനക്ക് എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ അറിയുക? അദ്ദേഹം ചോദിച്ചു. ആൻഡ് ഹർ ആൻസർ വാസ്, ഹർ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ. ഹിസ് എ സോൾജർ. അവളുടെ മൂത്ത സഹോദരൻ ഇന്ത്യയിൽ ഒരു സോൾജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവനിൽ നിന്നാണ് അവൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ന്യൂസൊക്കെ കിട്ടുന്നത്. ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ, I answered her question, but I enjoy a vegetarian meal now and then. The girl seemed disappointed. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ര ഒരു പക്കാ വെജിറ്റേറിയൻ ഒന്നുമില്ല, വല്ലപ്പോഴും വെജിറ്റേറിയനൊക്കെ കഴിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആൻസറിൽ ആ പെൺകുട്ടിക്ക് ആകെ നിരാശയായി. I learned that her only guardian was this elder brother. She lived with her old widowed mother. Do you hear from your brother? We have not had a letter from him for a long time. My mother is very worried. People tell her that India is full of tigers and snakes and fevers. She is afraid something has happened to him. Is it true, sir, that India is full of tigers and snakes and fevers? ഇനി പെൺകുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, ബ്രദറിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അയാൾ വിളിക്കാറുണ്ടോ? കത്തയക്കാറുണ്ടോ? പെൺകുട്ടി പറയാണ്, കുറേ കാലമായി ബ്രദറിൻ്റെ ഒരു എഴുത്ത് കിട്ടിയിട്ട്, അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും ഭയങ്കര വിഷമത്തിലാണ്. ആളുകളൊക്കെ പറയുന്നു ഇന്ത്യയിൽ ഒരുപാട് ടൈഗേഴ്സും ഒരുപാട് പാമ്പുകളും പല അസുഖങ്ങളൊക്കെ ഉള്ളൊരു നാടാണ് ഇന്ത്യ എന്നുള്ളത്. അത് ശരിയാണോ? അപ്പോൾ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിന് മനസ്സിലായി ആ കുട്ടിയുടെ ഒരേ ഒരു ഗാർഡിയൻ എന്ന് പറയുന്നത് ഈ എൽഡർ ബ്രദറാണ്. പിന്നെ അവൾക്കുള്ളതൊരു വയസ്സായിട്ടുള്ള വിധവയായിട്ടുള്ള ഒരു അമ്മയാണ്. അവളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രദറിനെ കുറിച്ച് കുറേ കാലമായിട്ട് വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആണ് അവളൊരു ഇന്ത്യക്കാരനെ തിരഞ്ഞ് കണ്ടുപിടിച്ചത്, ഇന്ത്യയിലുള്ള വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ടൈഗേഴ്സും ഫീവറും പല അസുഖങ്ങളും പിന്നെ സ്നേക്കും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് അവൾ ചോദിച്ചു. ആൻഡ് ഹിസ് ആൻസർ വാസ്, നോ. ഐ സ്മൈൽഡ്. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദർ ഇഫ് ഇറ്റ് വർ? ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. Mother says she would like to ask an Indian about these things if she can find an Indian. The girl looked at me with eyes full of entreaty. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇങ്ങനെ ഒരുപാട് ടൈഗേഴ്സും പലതരം അസുഖങ്ങളും സ്നേക്കും ഒക്കെ ഉള്ള രാജ്യമാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ആളുകൾ ജീവിക്കുക? അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഇല്ല. അപ്പോൾ പെൺകുട്ടിക്ക് കുറച്ച് ആശ്വാസമായി. പിന്നീട് അവൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഒരു ഇന്ത്യക്കാരനോട് ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ അവൾ പറയാതെ പറയാണ്, വുഡ് യു ലൈക്ക് ടു അക്കമ്പനി മീ ടു മൈ ഹൗസ്? എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൂടെ വരുമോ എന്ന് ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഹർ ഐസ് വാസ് ഫുൾ ഓഫ് എൻട്രീറ്റി. അവളുടെ കണ്ണുകളിൽ ഒരുപാട് അപേക്ഷിക്കുന്ന പോലെയാണ് അവളത് ചോദിച്ചത്. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷി ഫെൽറ്റ്. ഷി വോണ്ടഡ് മീ ടു സീ ഹർ മദർ, ബട്ട് ഷി ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹർ ഹോം. എ കീൻ ഡിസയർ ടു മീറ്റ് ദിസ് poor anxious mother took hold of me. I had not had the opportunity to visit an impoverished English home. I wished to see how the poor lived in this country, to know what they think.
അപ്പം അവളുടെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇൻഡയറക്റ്റായിട്ട്, നേരിട്ട് ക്ഷണിക്കാൻ അവൾക്ക് ധൈര്യം പോരാ. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് അവളുടെ ഈ പാവം പിടിച്ച അമ്മയെ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് പോലെയുള്ള ഒരു രാജ്യത്ത് പാവപ്പെട്ടവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുകൂടി അറിയാലോ അവളുടെ വീട്ടിലേക്ക് പോയാൽ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? ഐ ക്യാൻ ഗോ സം ഡേ. നിനക്ക് എന്നെ നിൻ്റെ അമ്മയ്ക്കൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? നിനക്ക് എന്നെ നിൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് വരാം. ദ ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകളിൽ നന്ദി ഉണ്ടായി. അവളുടെ മുഖം നന്ദിപൂർണ്ണമായി. താങ്ക് യു എവർ സോ മച്ച്, ഷീ സെഡ്. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. ക്യാൻ യു കം നൗ? വിത്ത് പ്ലഷർ. എന്നാൽ ഇപ്പം തന്നെ പോയാലോ? അവൾ ചോദിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ കൂടെ പോവാൻ തയ്യാറായി. It will not interfere with anything else you have to do. No, not at all. This afternoon is entirely my own. The girl was delighted. We finished our lunch and got up together. ഇപ്പോൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല. ഈ ആഫ്റ്റർനൂൺ ഞാൻ എൻറ്റയർലി ഫ്രീ ആണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. We walked. I asked her, may I know your name? My name is Alice Margaret Clifford. Would you mind walking? She asked. Not at all, I answered, if it is not difficult for you. No, I walk home every day. I asked the girl, do you come this way often? Yes, she answered. I work as a typist in the civil service stores. Every afternoon I come home this way. Today is Saturday, so I am off early. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥാനായകനും ആ പെൺകുട്ടിയും കൂടി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിലാണ് അവർ പരസ്പരം കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ആ പെൺകുട്ടിയുടെ പേര് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. അവർ പോകുന്നതിനിടയ്ക്ക് അദ്ദേഹം ചോദിക്കുന്നു, നീ ഈ വഴി ഇടയ്ക്കിടെ വരാറുണ്ടോ? അപ്പോൾ പെൺകുട്ടിയുടെ മറുപടി എന്താണ്? ഐ എം എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. എല്ലാ ദിവസവും ഞാൻ ഇതുവഴിയാണ് പോകുന്നത്. ഞാൻ സിവിൽ സർവീസ് സ്റ്റോഴ്സിലൊരു ടൈപ്പിസ്റ്റാണ്. ദെൻ ദ ഓതർ ആസ്ക്ഡ്, ഷൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലിസ്? ഐ എം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. ഐ എം യൂഷ്വലി കോൾഡ് മാഗി. ഷി ലോഫ്റ്റ്. അപ്പോൾ പേര് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ നിന്നെ മിസ് ക്ലിഫോർഡ് എന്ന് വിളിക്കണോ ആലിസ് എന്ന് വിളിക്കണോ? പെൺകുട്ടി പറയുന്നത് എന്താണ്? ഞാൻ അത്ര വലുതൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നെ വിളിക്കാം. സാധാരണ എല്ലാവരും എന്നെ മാഗി എന്നാണ് വിളിക്കാറ്. ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്? യെസ്. ടെൽ മീ വൈ? വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. മൈ മദർ ഇസ് ഓൾഡ്. ദെൻ ദ ഓതർ ആസ്ക്. ആ പെൺകുട്ടിയോട് ഓതർ ചോദിക്കുകയാണ്, വളരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടോ നിനക്ക്? പെട്ടെന്ന് വളരണം എന്നുള്ള ആഗ്രഹമുണ്ടോ? ആൻഡ് ഷീ റിപ്ലൈസ് യെസ്. എന്താ കാരണം? ഞാൻ വലുതായാൽ ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. എൻ്റെ ജോലിക്ക് എനിക്ക് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും. എൻ്റെ അമ്മയ്ക്ക് വയസ്സായിട്ടുണ്ട്, അതുകൊണ്ട് ഐ ഹാവ് ടു സപ്പോർട്ട് ഹെർ. അമ്മയെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വളർന്ന് വലുതായി നല്ലൊരു ജോലി നേടണമെന്നാണ് ഈ കുട്ടിയുടെ ആഗ്രഹം. നൗ ലെറ്റ് മീ ആസ്ക് യു, ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്? നിങ്ങൾക്ക് പെട്ടെന്ന് വളരണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഗ്രോൺ അപ്പ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? ഇത് ഞാൻ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഐ ഗോട്ട് എ വെറൈറ്റി ഓഫ് ആൻസേഴ്സ്. ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? പെട്ടെന്ന് വളരണം എന്ന് ആഗ്രഹം ഉണ്ടോയെന്ന്. കുട്ടികളായിരിക്കും, എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വലുതായെങ്കിലെന്ന് തോന്നും ചിലപ്പോഴൊക്കെ, വലിയവരുടെ ഒരു ഫ്രീഡം ഒക്കെ കാണുമ്പോൾ. വലുതാവുമ്പോഴാണ് നമ്മളെപ്പോഴും ആലോചിക്കുക തിരിച്ച് നമ്മുടെ ആ കുട്ടിക്കാലത്തിലേക്കൊന്ന് പോയിരുന്നെങ്കിലെന്ന്, അല്ലേ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു ത്രഷോൾഡിലാണ്. മുതിർന്നവർ ആയിട്ട് നിങ്ങളെ കൂട്ടിയിട്ടില്ല, എന്നാൽ തീരെ കുട്ടികളായിട്ടും കൂട്ടിയിട്ടില്ല. കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ കുട്ടിയാണെന്ന് പറയാം, മുതിർന്നോ എന്ന് ചോദിച്ചാൽ മുതിർന്നു എന്നും പറയാം. അങ്ങനെ ഒരു സമയത്തിലാണ് നിങ്ങളല്ലേ. സോ മാക്സിമം എൻജോയ് ഇറ്റ്. ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് യു വിൽ ലോസ് ഇറ്റ്. ഓക്കെ, മൂവിങ് ഓൺ. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? No, the work is very mechanical. I want work that will make me use my head. Brain work, like the work of a secretary.
ഇനി അദ്ദേഹം ചോദിക്കുകയാണ്, ഇപ്പോൾ ചെയ്യുന്ന ഈ ടൈപ്പിസ്റ്റിൻ്റെ ജോലി ശരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണോ? ആൻഡ് ഹർ ആൻസർ ഇസ് നോ, ബിക്കോസ് ദിസ് ജോബ് ഇസ് മെക്കാനിക്കൽ. ഇതൊരു യാന്ത്രികമായിട്ടുള്ളൊരു ജോലിയാണ്, ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇനി എങ്ങനത്തെ ഒരു ജോലിയാണ് ആലിസ് അല്ലെങ്കിൽ മാഗി ഇഷ്ടപ്പെടുന്നത്? ഐ വോണ്ട് എ വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക്. എൻ്റെ തല ഉപയോഗിച്ച്, തലച്ചോറ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് എനിക്കിഷ്ടം. ടൈപ്പിസ്റ്റിന് അങ്ങനെ തലച്ചോറ് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മുന്നിലുള്ള പേപ്പറിൽ എന്താണോ ഉള്ളത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കൊരു സെക്രട്ടറിയുടെ ജോലി പോലെ കുറച്ച് തല ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലിയാണ് മാഗിക്ക് ഇഷ്ടം. വി ക്രോസ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. ഇറ്റ്സ് എ പുവർ നെയ്ബർഹുഡ്. If I ever become a secretary, Maggie said, I shall take mother away from here. And now Maggie shares her dreams to this author. And she says, കൂടുതൽ പൈസ കിട്ടുകയാണെങ്കിൽ, നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് ഈ ലാംബത്ത് എന്ന ഈ ഏരിയയിൽ നിന്ന് അമ്മയെ കൊണ്ടുപോകും. ലാംബത്ത് എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നൊരു ഏരിയയാണ്. അവിടെ നിന്ന് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോകും. Did your father call you Maggie or Maxie? When he was very affectionate, he called me Maxie. How did you know? പിന്നെ അദ്ദേഹം ചോദിച്ചു, നിൻ്റെ അച്ഛൻ നിന്നെ മാഗി എന്നാണോ മാക്സി എന്നാണോ വിളിക്കുക? അപ്പോൾ കുട്ടിയുടെ മറുപടി എന്താണ്? അച്ഛന് വല്ലാതെ ഇഷ്ടം തോന്നുമ്പോൾ മാക്സി എന്ന് വിളിക്കും. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും വീട്ടിൽ അങ്ങനെ ഒരു പേരല്ലേ? പാരൻസിന് ഇഷ്ടം കൂടുതൽ തോന്നുമ്പോൾ ഒരു പ്രത്യേക പേരൊക്കെ വിളിക്കാറില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ കയ്യിലിരിപ്പോണ്ട് എല്ലായ്പ്പോഴും ഒരേ പേര് തന്നെയാണോ വിളിക്കുക? അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ മാഗിക്ക് ഭയങ്കര അത്ഭുതമായി. എങ്ങനെയാണ് നിങ്ങൾക്കിത് അറിയുന്നത്? എൻ്റെ ഫാദർ ഭയങ്കര സ്നേഹം തോന്നുമ്പോൾ എന്നെ മാക്സി എന്നാണ് വിളിക്കുക എന്നുള്ളത്. ഹൗ ഡു യു നോ? ആൻഡ് ഹി ആൻസേർഡ്, വി ആർ ഇന്ത്യൻസ്, യു നോ, വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഭാവിയെക്കുറിച്ചും എല്ലാ മാജിക്കുകളും ഒക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെ ഒരു മാജിക്കിലൂടെയാണ് ഞാൻ നിൻ്റെ പേര് മനസ്സിലാക്കിയത്. വെറുതെ പറഞ്ഞതാണല്ലേ? യൂഷ്വലി ഒരു മാഗി എന്നുള്ള, മാർഗരറ്റ് എന്നുള്ള ഒരാളെ മാഗി എന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ മാക്സി എന്നായിരിക്കും വിളിക്കുക. നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ അങ്ങനെ ഒരു പേര്. ഒരു പേരുണ്ടെങ്കിൽ ആ പേരിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ പെറ്റ് നെയിം ഇടും. അതേപോലെയുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ ചെറിയ പെൺകുട്ടിക്ക് അത് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞു, എനിക്ക് മാജിക് അറിയാം, അങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്, ഷീ സെഡ്. അതാണ് ഞാൻ നിങ്ങൾ ഇന്ത്യക്കാരെ കുറിച്ച് കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മാജിക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. ഇൻഡീഡ് ഐ വാസ് സർപ്രൈസ്ഡ്. വാട്ട് ഹാവ് യു ഹേർഡ്? എന്താണ് നീ കേട്ടത്? അദ്ദേഹം ചോദിച്ചു. ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൾട്ട് പവേഴ്സ്. ദേ ആർ കോൾഡ് യോഗീസ്, ബട്ട് യു ആർ നോട്ട് എ യോഗി. ഹൗ ഡു യു നോ ദാറ്റ് ഐ എം നോട്ട് എ യോഗി, മാഗി? നിങ്ങൾ ഇന്ത്യക്കാർക്ക് ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒക്കൾട്ട് പവേഴ്സ്, സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ യോഗീസ് എന്നാണ് വിളിക്കുക. പക്ഷേ യു ആർ നോട്ട് എ യോഗി, നിങ്ങൾ ഒരു യോഗിയല്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനൊരു യോഗിയല്ല എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ആൻഡ് ഹർ ആൻസർ ഇസ്, യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. യോഗികൾ നോൺ വെജ് കഴിക്കാറില്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ എം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? ഷി സ്മൈൽഡ് വിതൗട്ട് ആൻസറിങ്. അത് ശരി, അപ്പോൾ അതിനാണല്ലേ, ഞാനൊരു യോഗിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നീ നമ്മൾ ആദ്യം ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചതല്ലേ? ആൻഡ് ഷി സ്മൈൽഡ് വിതൗട്ട് ആൻസറിങ്. മറുപടി ഒന്നും പറയാതെ മാഗി ചിരിച്ചു. വി ഹാഡ് റീച്ച്ഡ് എ നാരോ ഡോർവേ. Maggie took a thin latchkey out of her pocket and opened the door. She entered and said, "Please come in." അങ്ങനെ അവസാനം they reached at Maggie's home. മാഗിയുടെ വീട്ടിലെത്തി. മാഗി വാതിൽ തുറന്നിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. When I was inside, Maggie closed the door. She went to the foot of the stairs and raising her voice a little, called, "Mother, where are you?" അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം മാഗി കോണീൻ്റെ അവിടെ നിന്നിട്ട് മുകളിലേക്ക് വിളിച്ചു, അമ്മ എവിടെയാണെന്ന്. "ഐ ആം ഇൻ ദ കിച്ചൺ ചൈൽഡ്, ദ ആൻസർ കെയിം ഫ്രം ബിലോ, കം ഡൗൺ." അപ്പോൾ താഴെ നിന്ന് ആൻസർ വന്നു, അമ്മയുടെ മറുപടി വന്നു, ഞാൻ കിച്ചണിലാണ്, താഴേക്ക് വാ എന്ന്. It is necessary to explain here that London streets are above ground. Kitchens are often below street level. അപ്പോൾ ഇപ്പോൾ വീടിൻ്റെ ഒരു സെറ്റിങ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലണ്ടനിലെ സ്ട്രീറ്റുകളൊക്കെ ഗ്രൗണ്ടിൻ്റെ മുകളിലാണ്. അതായത് നമ്മൾ നേരെ കയറി ചെല്ലുക വീടിൻ്റെ മുകൾ നിലയിലേക്കാണ്. താഴത്തായിരിക്കും കിച്ചണൊക്കെ ഉണ്ടാവുക.
Maggie looked at me questioningly. Do you mind? Not in the least. Come on, I said. Together we descended the stairs to the kitchen. അങ്ങനെ രണ്ടുപേരും കൂടി അമ്മയെ കാണാൻ താഴേക്ക് കോണി ഇറങ്ങിപ്പോയി. Mother, said Maggie from the doorway, an Indian gentleman has come to see you. ഒരു ഇന്ത്യക്കാരൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്, അമ്മയോട് മാഗി പറയുന്നു. What is he? The old woman asked eagerly. With a smile, I stepped into the kitchen behind Maggie. She introduced us. This is Mr. Gupta, mother, she said. Mr. Gupta, my mother. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ടു. How do you do? I said and held out my hand. Excuse me, my hands, she said, holding them out for me to see. They were covered with flour. Today is Saturday, she explained. I'm making cakes. People will come to buy them this evening. They'll be sold on the streets tonight. This is the way we make our living. Lots of trouble. അപ്പോൾ അദ്ദേഹം ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ മാഗിയുടെ അമ്മ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സോറി, ഈ കൈ നിറയെ ഫ്ലോറാണ്, പൊടിയാണ്. കാരണം ഷി വാസ് മേക്കിംഗ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ സാറ്റർഡേയ്സിൽ അവിടെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ്, എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടുന്ന ദിവസമാണല്ലോ സാറ്റർഡേ. അപ്പോൾ ചെറിയൊരു വിൽപ്പനയും ആളുകൾ വാങ്ങലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ മാഗിയുടെ കുടുംബം അമ്മ കേക്ക് ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ടത് ശനിയാഴ്ചകളിൽ അവർ വിൽക്കും. സാറ്റർഡേ നൈറ്റ് ഇസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നെയ്ബർഹുഡ്സ്. All sorts of things are sold from countless lighted pushcarts. The streets are more crowded than on any other day. Saturday is the day the poor are able to spend a little, for they receive their weekly wages. അപ്പോൾ ശനിയാഴ്ചകളിൽ അവിടുത്തെ ആ ഒരു ഏരിയയിലൊക്കെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. എല്ലാത്തരം സാധനങ്ങളും ചെറിയ ചെറിയ പുഷ്കാട്ടുകളിൽ വിൽക്കാൻ വെക്കും, ഉന്തുവണ്ടികളിൽ. നമ്മൾ ഒരു ചെറിയ ഉത്സവം പോലെ, ഉത്സവത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉന്തുവണ്ടികളിൽ ഇങ്ങനെ നിരത്തി വെച്ചത് കണ്ടിട്ടില്ലേ, അതുപോലെയുള്ളൊരു ദിവസമായിരിക്കും ശനിയാഴ്ച. ആ സമയത്ത് സ്ട്രീറ്റിലൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടാവും. കാരണം അപ്പോഴാണ് ആ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശനിയാഴ്ച സാലറി കിട്ടും, അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അത് സ്പെൻഡ് ചെയ്യും. Ingredients for cake making, flour, sugar, fat, raisins, eggs, and so forth were set out in readiness upon the dresser. Several freshly baked cakes in tins were also there. അപ്പോൾ അമ്മ നിൽക്കുന്നതിൻ്റെ അടുത്ത് ടേബിളിൽ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറേ കേക്കുകൾ ഉണ്ടാക്കിയിട്ട് ടിന്നിൽ വെച്ചിട്ടുമുണ്ട്. Sitting in such a poor kitchen will not be very pleasant for you, will it? Mrs. Clifford said. I have almost finished my work. Maggie, take him into the sitting room. I'll come in a minute. No, I protested. I can sit here well enough. The cakes you make are nice ones, I must say. Mrs. Clifford thanked me with a smile. പിന്നെ ഗസ്റ്റായിട്ട് പോയതാണ് മിസ്റ്റർ ഗുപ്ത അല്ലേ. ഇതുവരെ നമ്മൾ ഓദർ എന്ന് പറഞ്ഞു, ഇനി നമുക്ക് അദ്ദേഹത്തെ മിസ്റ്റർ ഗുപ്ത എന്ന് വിളിക്കാം. ഇപ്പോഴാണ് നമ്മളോട് പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ഗസ്റ്റാണ് മാഗിയുടെ വീട്ടിൽ. എന്നിട്ട് ഗസ്റ്റ് എവിടെ പോയിരിക്കുന്നത്? നേരെ അടുക്കളയിലാണല്ലേ. അതുകൊണ്ട് ഒരു ഹോസ്റ്റ് ചെയ്യേണ്ട, ഒരു ആതിഥേയ ചെയ്യേണ്ട കടമ മാഗിയുടെ അമ്മ ചെയ്തു. അവർ പറഞ്ഞു, ഇത്രയും വലിപ്പം കുറഞ്ഞ ചെറിയൊരു അടുക്കളയിൽ ഇരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ യു ഗോ ടു ദ ഡൈനിങ് റൂം, ഐ വിൽ കം ഇൻ എ മിനിറ്റ്. ഞാൻ പെട്ടെന്ന് വരാം, ഈ ജോലിയൊക്കെ തീർത്തിട്ട് നിങ്ങൾ ഡൈനിങ് റൂമിലേക്ക് പോയിക്കോളൂ എന്നും മാഗിയുടെ അമ്മ പറഞ്ഞു. പക്ഷേ മിസ്റ്റർ ഗുപ്ത പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് നല്ലതാണ്, അതും കൂടി പറഞ്ഞു. വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ? ആസ്ക്ഡ് മിസ്സസ് ക്ലിഫോർഡ് ആസ് ഷീ റെസ്യൂംഡ് ഹർ കുക്കിംഗ്. എ ബ്യൂട്ടിഫുൾ കൺട്രി. സേഫ് ടു ലിവ് ഇൻ? Certainly, but not cold like this country. It is somewhat hot. Aren't there too many snakes and tigers? Don't they kill people? Don't believe that, I laughed. Snakes and tigers keep to the jungles. They get killed themselves if they come too close to places where people live. And fevers? In some places in India, there is more fever than in others. It's neither the same everywhere nor the same all the year around. ഇനി മാഗിയുടെ അമ്മ അവർക്ക് ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയാണ്. അവരൊരു ഇന്ത്യക്കാരനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ. എന്തിനാ? നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ മകൻ ഇന്ത്യയിലൊരു സോൾജറായിട്ട് വർക്ക് ചെയ്യാണ്. അവനെക്കുറിച്ച് കുറേ കാലങ്ങളായിട്ട് ഒരു വിവരമില്ല.
പിന്നെ ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തെക്കുറിച്ച് അവർ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവർക്കൊരു ഇന്ത്യക്കാരനെ പരിചയപ്പെടണമായിരുന്നു. അങ്ങനെയാണ് അവർ മിസ്റ്റർ ഗുപ്തയെ കണ്ടുമുട്ടിയത്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് എന്താണ്, എങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ? അപ്പോൾ അദ്ദേഹം പറയുന്നു, വളരെ മനോഹരമായൊരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ജീവിക്കാൻ സേഫാണോ? ഒരമ്മയുടെ ആകുലതയാണല്ലേ. ഭയങ്കര സേഫാണ്. അദ്ദേഹം മറുപടി പറയുന്നു, ഒരു കുഴപ്പമുള്ളൂ, ഇവിടുത്തെ പോലെ ലണ്ടനിലെ പോലെ നല്ല തണുപ്പല്ല, കുറച്ചും കൂടി ചൂടാണ്. ദെൻ മദർ ആസ്ക്, അവിടെ സ്നേക്സും ടൈഗേഴ്സും ഒക്കെ ഉണ്ടോ? അവർ മനുഷ്യന്മാരെ കൊല്ലൂലേ? അപ്പോൾ മിസ്റ്റർ ഗുപ്ത എന്താ പറയുന്നത്, സ്നേക്സും ടൈഗേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കാട്ടിലാണ്. അത് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അതിനെ ആൾക്കാർ കൊല്ലും. ഇനി പനിയോ? പനിയെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത്, പനി ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. ചിലയിടങ്ങളിൽ കുറച്ച് കൂടുതലാണ് അസുഖങ്ങളൊക്കെ, ചിലയിടത്ത് കുറവാണ്. എല്ലാ വർഷം മുഴുവനും ഇത് ഒരേപോലെ ആവില്ല. ചിലപ്പോൾ അസുഖം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. My son is in the Punjab. He is a soldier. What kind of a place is the Punjab? The Punjab is a fine place. There is little fever there. It's very healthy. I am glad to hear it, Mrs. Clifford said. ഇനി അവർ പറയുന്ന അവരുടെ മകൻ പഞ്ചാബിലാണ്. പഞ്ചാബ് എങ്ങനെയുള്ളൊരു സ്ഥലമാണ്? അദ്ദേഹം പഞ്ചാബ് വളരെ നല്ലൊരു സ്ഥലമാണ്, അവിടെ എല്ലായിടത്തും പോലെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെ കുറച്ചും കൂടി ഹെൽത്തി ആണെന്നും കൂടി പറയുന്നു. അത് കേട്ടപ്പോൾ മിസ്സസ് ക്ലിഫോർഡിന് സന്തോഷമായി. Her baking was finished. Maggie, she said, take Mr. Gupta upstairs. I'll wash my hands and bring tea. Maggie showed the way to the sitting room and I followed. The furniture was cheap and there was not much of it. The carpet was old, torn in places, but everything was extremely clean. Maggie drew the curtains back and opened the windows. There was a glass bookcase. I stood in front of it. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ മാഗിയോട് മിസ്റ്റർ ഗുപ്തയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇനി അവിടുത്തെ ഒരു എക്സ്പ്ലനേഷനാണ്, മുകളിലെ റൂമുകളുടെയൊക്കെ ഒരു എക്സ്പ്ലനേഷനാണ് സിറ്റിംഗ് റൂമിൻ്റെ. ഫർണിച്ചറൊക്കെ വളരെ വില കുറഞ്ഞതാണ്, ഒരുപാടൊന്നുമില്ല. കാർപ്പറ്റൊക്കെ അവിടെ ഇവിടെ കീറിയിട്ടുണ്ട്, പക്ഷേ എല്ലാം എക്സ്ട്രീംലി ക്ലീനാണ്, ഭയങ്കര വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാം. മാഗി കർട്ടനൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബുക്ക് കേസ് കണ്ടു. മിസ്റ്റർ ഗുപ്ത അതിന് മുന്നിൽ അങ്ങനെ നിന്നു. മിസ്സസ് ക്ലിഫോർഡ് came in carrying the tea tray. A few minutes later, all trays of the kitchen had vanished from her person. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് ചായയുമായിട്ട് വന്നു. അപ്പോൾ അവരിപ്പോൾ വളരെ നീറ്റായിട്ടുണ്ട്, നല്ല വൃത്തിയിലാണ് വന്നിട്ടുള്ളത്. കിച്ചണിലായിരുന്നു, ഇത്രയും സമയം ജോലിയിലായിരുന്നു. അതിൻ്റെ ഒരു ട്രേസും ഒരു മാർക്കും അവരുടെ ശരീരത്തിലൊന്നുമില്ല. As we drank tea, I talked about India. Mrs. Clifford showed me a photograph of her son. It had been taken before he left. His name was Francis or Frank. Maggie brought out a book of pictures he had sent her for her birthday. There were many pictures of Simla and the surrounding mountain country. On the inside page was written, to Maggie on her birthday from her loving brother Frank. ഇതിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചു. മിസ്സസ് ക്ലിഫോർഡ് അവരുടെ മകൻ മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാങ്ക് എന്ന് വിളിക്കും, ഫ്രാങ്കിൻ്റെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു, മിസ്റ്റർ ഗുപ്തയ്ക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ മാഗി അവളുടെ ബർത്ത്ഡേക്ക് ബ്രദർ സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളൊരു പുസ്തകം കാണിച്ചു കൊടുത്തു. ആ പുസ്തകത്തിൽ ഒരുപാട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ. Maggie, said Mrs. Clifford, show Mr. Gupta the ring. Has your brother sent you a ring? I asked her. Let me see what kind of a ring it is. അപ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവസാനം മിസ്സസ് ക്ലിഫോർഡ് മാഗിയോട് പറയാണ്, ആ മോതിരം കൂടി ഒന്ന് മിസ്റ്റർ ഗുപ്തക്ക് കാണിച്ചു കൊടുക്കൂ. ആ മോതിരമൊക്കെ ഉണ്ടോ? നിൻ്റെ ബ്രദർ ഇന്ത്യയിൽ നിന്ന് നിനക്ക് മോതിരമൊക്കെ അയച്ചിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ചു. ഇറ്റ്സ് എ മാജിക് റിംഗ്, മാഗി എക്സ്പ്ലെയിൻ. എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. She brought it and asked, can you see the past and the future in it? ഇതാണ് നമ്മൾ ഇന്ത്യക്കാരെ ഒരു പറ്റിപ്പാണ് കേട്ടോ അത്. ആ മോതിരം എന്താണ്? മാഗി പറയുന്നു, ഇറ്റ്സ് എ മാജിക് റിംഗ്. അത് വെറും ഒരു മോതിരമല്ല, അതൊരു മാജിക് റിംഗ് ആണ്. ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുള്ളതാണ്. ഫ്രാങ്കിന് അത് ഒരു യോഗി കൊടുത്തതാണ്. അപ്പോൾ ആ യോഗി കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഫ്യൂച്ചറൊക്കെ അതിൽ കാണാൻ പറ്റും, അതിൽ നോക്കിയാൽ പാസ്റ്റും ഫ്യൂച്ചറും കാണാൻ പറ്റുമെന്ന്. അങ്ങനെയുള്ളൊരു മോതിരമാണെന്ന് പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ചതാണ്. I had heard a lot about crystal gazing. A crystal was set in the ring.
ഐ ടുക്ക് ഇറ്റ് അപ്പ് ആൻഡ് എക്സാമിൻഡ് ഇറ്റ്. അപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും ക്രിസ്റ്റൽ ഗേസിങ്ങിനെ കുറിച്ച് അല്ലേ? കേട്ടിട്ടില്ലെങ്കിൽ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഒരു ക്രിസ്റ്റൽ ഉണ്ടാവും, അതിൻ്റെ നടുവിലിരുന്നിട്ട് മന്ത്രമൊക്കെ ചൊല്ലി ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആരെയാണോ ആലോചിച്ചത് അയാളെ കാണാൻ പറ്റും, അയാൾ അറ്റ് പ്രസൻറ്റ് എവിടെയാണെന്നുള്ളത് കാണാൻ പറ്റും എന്നുള്ളതൊക്കെ വിശ്വാസങ്ങളും. അപ്പോൾ അതേപോലെയുള്ളൊരു സംഭവമാണ് ഈ റിങ് എന്നാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ആ റിങ്ങിൽ ഒരു ക്രിസ്റ്റലും സെറ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ഗുപ്ത അതെടുത്തിട്ട് ഒന്ന് നോക്കി. When Frank sent the ring, Mrs. Clifford said, he wrote that if you concentrate on a distant person as you gaze into it, you will be able to see him and what he is doing. This is what the yogi told Frank. Maggie and I have concentrated upon it again and again because we have not had any news of Frank for a long time. But we have not been able to see anything. Why don't you try? You are a Hindu. You may be able to do it. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം നോക്കൂ. ഫ്രാങ്ക് ഈ മോതിരം അവർക്ക് അയച്ചപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ ക്രിസ്റ്റലിലേക്ക് ഇങ്ങനെ തുറിച്ച് നോക്കിയാൽ, കുറേ സമയം ഏകാഗ്രതയോടെ നോക്കിക്കൊണ്ടിരുന്നാൽ അയാളിപ്പോൾ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഫ്രാങ്കിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരമില്ല. അപ്പോൾ അമ്മയ്ക്കും മാഗിക്കും ഫ്രാങ്ക് എവിടെയാണ് എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് അവർ കുറേ സമയം ആ ക്രിസ്റ്റലിൽ ഇങ്ങനെ നോക്കി നിന്നു. പക്ഷെ അവർക്കൊന്നും കാണാൻ പറ്റില്ല. ഇനി അവരുടെ വിശ്വാസം, ഒരു ഇന്ത്യക്കാരനും ഒരു ഹിന്ദുവുമായിട്ടുള്ള മിസ്റ്റർ ഗുപ്ത നോക്കിയാൽ ചിലപ്പോൾ ഫ്രാങ്കിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയേക്കും, ആ ക്രിസ്റ്റലിൽ എന്തെങ്കിലും തെളിഞ്ഞേക്കും എന്നാണ് അവരുടെ വിശ്വാസം. I realized that superstition was not confined to India. I did not have the heart to tell the mother and daughter that the ring was nothing much brass with a piece of ordinary glass stuck into it. They believed that Frank had sent them a new and miraculous thing from a distant land, a dream India. How could I shatter their faith? ഇവിടെയാണ് നമ്മുടെ മിസ്റ്റർ ഗുപ്ത ആകെ ധർമ്മസങ്കടത്തിലായത്. കാരണം അത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു മാജിക് റിംഗ് ഒന്നുമല്ല, സാധാരണ ഒരു ബ്രാസിൻ്റെ പുറത്ത് ഒരു ഓർഡിനറി ഗ്ലാസ് ഫിറ്റ് ചെയ്തതാണെന്നും. ആൻഡ് ഹീ ഷുവർ ദാറ്റ് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു സംഭവമല്ല, അതിവിടെ ലണ്ടനിലും ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി ഈ റിങ്ങിൻ്റെ സത്യം മനസ്സിലാക്കിയപ്പോൾ അതെങ്ങനെയാണ് മാഗിയോടും അവളുടെ അമ്മയോടും പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കാരണം അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് അവരുടെ ബ്രദർ, അവരുടെ മകൻ ഫ്രാങ്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം തരാൻ പറ്റുന്ന ഒരു മാജിക്കൽ റിംഗ് ആണതെന്ന്. അവരുടെ മകൻ ഒരു ഡിസ്റ്റൻറ്റ് ലാൻഡിൽ നിന്ന്, ഒരു സ്വപ്നഭൂമിയായ ഇന്ത്യയിൽ നിന്ന് അയച്ച ഒരു മിറാക്കുലസ് റിംഗ് ആണ് ഇത് എന്നാണ് അവരുടെ വിചാരം, അവരുടെ വിശ്വാസം. എങ്ങനെയാണ് ഞാൻ ആ വിശ്വാസത്തെ തകർക്കുക? മിസ്റ്റർ ഗുപ്ത ഈസ് ഇൻ എ ഡിലമ. Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. I cannot see anything, I exclaimed, at last giving up. ഇവരിങ്ങനെ നിർബന്ധിച്ചപ്പോൾ, മിസ്സസ് ക്ലിഫോർഡും മാഗിയും നിർബന്ധിച്ചപ്പോൾ മിസ്റ്റർ ഗുപ്ത കുറേ സമയം മോതിരത്തിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ ആ ശ്രമം നിർത്തിയിട്ട് പറഞ്ഞു, I can't see anything. The mother and daughter were disappointed. To change the subject, I said, here is a violin. It is yours, isn't it, Maggie? അപ്പോൾ അമ്മയും മകളും ആകെ നിരാശയിലായി. അവരുടെ അവസാന ഒരു പ്രതീക്ഷ, മകനെ കണ്ടെത്താനുള്ള ഒരു പ്രതീക്ഷ എന്തായിരുന്നു? ഒരു ഇന്ത്യക്കാരനെ കണ്ടുമുട്ടിയാൽ അയാൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും പോയി. അവർ രണ്ടുപേരും വളരെ നിരാശരായി. അപ്പോൾ ആ ഒരു അന്തരീക്ഷം മാറ്റാൻ വേണ്ടി മിസ്റ്റർ ഗുപ്ത ചോദിച്ചു, അവിടെ ഒരു വയലിൻ ഉണ്ടല്ലോ, ഇത് നിൻ്റെതാണോ മാഗി? നിനക്ക് വയലിൻ വായിക്കാൻ അറിയോ? യെസ്, മിസ്സസ് ക്ലിഫോർഡ് ആൻസേർഡ്. മാഗി പ്ലേസ് ക്വൈറ്റ് വെൽ. മാഗി, പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. ഓ മദർ, മാഗി ലുക്ക്ഡ് അറ്റ് ഹർ ഇൻ പ്രൊട്ടസ്റ്റ്. Maggie, I pleaded, please play something. I'm very fond of the violin. I have a sister at home about your age. She used to play for me. അപ്പോൾ അമ്മ പറഞ്ഞു, ആ മാഗി വളരെ നന്നായിട്ട് വയലിൻ വായിക്കൂ, ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുമെന്ന്. പക്ഷെ മാഗിക്ക് ഭയങ്കര മടി. മാഗി, ഓ മദർ, നോ ഐ കാണ്ട് എന്നൊക്കെ പറഞ്ഞു. മിസ്റ്റർ ഗുപ്തയും നിർബന്ധിച്ചു, എനിക്ക് വീട്ടിലൊരു സിസ്റ്റർ ഉണ്ട് നിൻ്റെ പ്രായത്തിൽ, അവൾ എനിക്ക് വയലിൻ വായിച്ചു തരാറുണ്ട് എന്നൊക്കെ മിസ്റ്റർ ഗുപ്തയും പറഞ്ഞു. The way I play is not at all worth listening to, Maggie said. ഞാൻ വായിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, എനിക്ക് നല്ലപോലെ അറിയില്ല.
My entities at last persuaded her to play. I do not know many pieces, she said. What would you like to hear? Shall I choose something? All right, then give me your music. Let me see what you have. Maggie brought out an old music case bound in black leather. I opened it. Most of the pieces were light airs like Goodbye Dolly Gray, Honeysuckle and the Bee, etc. There were a few really good, though old fashioned ones, things like Robin Adair, Annie Laurie, The Last Rose of Summer, etc. There were several Scotch songs, so I selected the Bluebells of Scotland and handed Maggie the music. Maggie played and hummed the tune to myself. അങ്ങനെ അവസാനം മാഗി സമ്മതിച്ചു. ഇനി ഏത് പാട്ടാണ് വയലിനിൽ വായിക്കേണ്ടതെന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത പറഞ്ഞു, ഞാനൊന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ മാഗി അവളുടെ കയ്യിലുള്ള കളക്ഷൻസൊക്കെ കൊടുത്തു. അതിലൊരുപാടുണ്ടായിരുന്നു, ഒരുപാട് പീസസ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നുള്ള പേരുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഗുഡ് ബൈ ഡോളി ഗ്രേ, ഹണി സക്കിൾ ആൻഡ് ദ ബീ, ദെൻ റോബിൻ എഡയർ, ആനി ലോറി, ദ ലാസ്റ്റ് റോസ് ഓഫ് സമ്മർ, ഇങ്ങനെ ഒരുപാട് പീസസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ദ ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നുള്ള ഒരു മ്യൂസിക് പീസ് സെലക്ട് ചെയ്ത് മാഗിക്ക് കൊടുത്തു. അവളത് വളരെ നന്നായി പ്ലേ ചെയ്തു. When the song was over, I praised her, playing lavishly as I thanked her. Maggie has never had the opportunity to study, Mrs. Clifford said. She has learned what she knows by herself. If our circumstances ever improve, I shall arrange for her to have lessons. On my way back, I was filled with astonishment. The incident touched me very deeply. അപ്പോൾ അമ്മ സങ്കടത്തോടെ പറയാണ്, മാഗി ഒരിക്കലും മ്യൂസിക് പഠിക്കാൻ പോയിട്ടില്ല. എന്നെങ്കിലും ഞങ്ങളുടെ ഈ സ്ഥിതിയൊക്കെ മാറി കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും മാഗിയെ മ്യൂസിക് പഠിക്കാൻ വിടും. അങ്ങനെ അന്നത്തെ സന്ദർശനം മതിയാക്കി മിസ്റ്റർ ഗുപ്ത തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഈ അമ്മയും മകളും വല്ലാതെ സ്പർശിച്ചു. അവരുടെ കഥ അദ്ദേഹത്തിന് ഡീപ്ലി ടച്ച് ചെയ്തു. 3 months passed. I visited Maggie and her mother several times at their home and took Maggie to see the zoo once. She rode the elephant Indian Raja like all the other boys and girls. How delighted she was. അങ്ങനെ 3 മാസം കടന്നുപോയി. ഈ 3 മാസത്തിൽ പലതവണ മിസ്റ്റർ ഗുപ്ത മാഗിയെയും അവളുടെ അമ്മയെയും വിസിറ്റ് ചെയ്തു. ചിലപ്പോഴൊക്കെ മാഗിയെ പുറത്തേക്ക് കൊണ്ടുപോയി സൂ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ നിന്ന് അവൾ ആനപ്പുറത്ത് കയറി. And she was very much happy. But no news had come from her brother. Urged by Mrs. Clifford, I went to India House one day and made inquiries. I was told the regiment to which Frank belonged was fighting on the northwest frontier. Mrs. Clifford became extremely worried when she heard it. One day, I received a postcard from Maggie. She wrote, Dear Mr. Gupta, my mother is very ill. I have not been able to go to work for a week. We shall be extremely grateful if you take the trouble to come to see us, Maggie. അങ്ങനെ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ പോയെങ്കിലും ഫ്രാങ്കിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിരുന്നില്ല. മിസ്സസ് ക്ലിഫോർഡിൻ്റെ നിർബന്ധം കാരണം മിസ്റ്റർ ഗുപ്ത ഇന്ത്യ ഹൗസിലേക്ക് പോയി. അവിടെ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ കിട്ടിയ വിവരം, ഫ്രാങ്ക് ഉൾപ്പെടുന്ന റെജിമെൻറ്റ്, ഗ്രൂപ്പ് ഓഫ് ആർമി പീപ്പിൾ, അവർ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് ഭയങ്കര വറീഡായി. ഒരു ദിവസം മാഗിയുടെ ഒരു പോസ്റ്റ് കാർഡ് മിസ്റ്റർ ഗുപ്തക്ക് കിട്ടി. അതിൽ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഞാൻ ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ട്, അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഒന്ന് കാണാൻ വന്നാൽ വിൽ ബി വെരി ഹാപ്പി, ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കാർഡ്. I had told the family with whom I lived about Maggie and her mother. At breakfast, I spoke of the letter. My hostess said, When you go, take some money with you. The girl has not been able to go to work for a week. She had not received any pay. It's probable that they are hard up. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെ ഹോസ്റ്റസിനോടും വീട്ടുകാരോട് മാഗിയെയും അവളുടെ അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ മാഗിയുടെ ഈ ലെറ്റർ കിട്ടിയതും കൂടി പറഞ്ഞപ്പോൾ ഹോസ്റ്റസ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് പൈസ കൂടി കയ്യിൽ കരുതിക്കോ. മാഗിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജോലിക്ക് പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അവൾക്ക് പൈസയുടെ ആവശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു.
After breakfast, I took some money and set out for Lambeth. I knocked at the door. Maggie opened it. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പൈസ എടുത്തുകൊണ്ട് ഞാൻ പോയി മാഗിയുടെ വീട്ടിലെത്തി. She was looking much pulled down. Her eyes were hollow and ringed. Oh, thank you, Mr. Gupta, she exclaimed when she saw me. It is so kind of you. How's your mother, Maggie? I asked. She is sleeping now. Her condition is very serious. The doctor says it is aggravated by her anxiety over Frank. There is no news from him yet. She may not live. അപ്പോൾ ആ അമ്മയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഷി ഈസ് വെരി ഇൽ, തീരെ സുഖമില്ല. കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹർ ആൻസൈറ്റി ഓവർ ഫ്രാങ്കിനെ കുറിച്ചുള്ള ആൻസൈറ്റിയാണ്, ഉത്കണ്ഠയാണ്. മകൻ എന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ടാണ് അമ്മയ്ക്ക് തീരെ വയ്യാതായത്. I tried to console Maggie, drying her eyes with my handkerchief. Maggie controlled herself with an effort and said, I have a request to make of you, Mr. Gupta. കുറേ സമയം കരഞ്ഞതിന് ശേഷം മാഗി പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് മിസ്റ്റർ ഗുപ്ത. എന്താണത്? Come into the sitting room and I'll tell you, she answered. We tiptoed carefully into the sitting room, lest the sound of our footsteps should disturb the sick woman. I turned when I reached the center of the room, and I remained standing there. What is it, Maggie? I repeated my question. അപ്പോൾ മാഗി പറയാണ്, എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് അപ്പുറത്ത് വാ, അമ്മ കേൾക്കണ്ട. അപ്പം എന്തായിരിക്കും അമ്മ കേൾക്കാതെ മാഗിക്ക് മിസ്റ്റർ ഗുപ്തയോട് പറയാനുള്ളത്? ലെറ്റ്സ് സീ. Maggie gazed up into my face with beseeching eyes. I waited. Then she covered her face with her hands and wept silently. മാഗി ഒന്നും പറയാതെ കരയാണ്. It was in a fix. What could I say to console this child? Her brother was fighting on the frontier. Only God knew whether he was alive or dead. Her mother was the only person she had on earth. If she lost her, what would happen? Where in London could this girl on the threshold of adolescence go? നമ്മുടെ മിസ്റ്റർ ഗുപ്തയ്ക്ക് ആകെ വിഷമായി. എന്ത് ചെയ്യണം? മാഗി കരയാണല്ലേ. അമ്മയ്ക്ക് രോഗമാണ്, ബ്രദറിനെ കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സഹായ അവസ്ഥയിലാണ് ആ ചെറിയ പെൺകുട്ടി. എന്താണ് ഈ കുട്ടിയോട് പറയേണ്ടത്? അവൾ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവളുടെ ബ്രദർ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മാത്രമേ അറിയാവൂ അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന്. അവൾക്ക് ആകെ ഉള്ളത് പിന്നെ അമ്മ മാത്രമാണ്. അമ്മയെ കൂടി അവൾക്ക് നഷ്ടപ്പെട്ടാൽ അവൾ എവിടെ പോവും? മാത്രമല്ല 13 or 14 years old, അത്രയും ചെറിയ കുട്ടിയാണ്. അവളെ ഞാൻ എങ്ങോട്ട് പറഞ്ഞയക്കും? മിസ്റ്റർ ഗുപ്ത വാസ് ഇൻ അട്ടർ കൺഫ്യൂഷൻ. I pulled her hands away from her face. Maggie, tell me what you wish me to do. If there is anything I can do to help you, I shall not hesitate. Mr. Gupta, the girl said, I do not know what you will think of the request I am going to make. Please forgive me if it is very, very wrong. What is it? What do you wish to ask? All day yesterday, Mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That's why I wrote to you. അപ്പോൾ ഇനി മാഗി എന്തിനാണ് മിസ്റ്റർ ഗുപ്തയെ വീട്ടിലേക്ക് വിളിപ്പിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. മിസ്റ്റർ ഗുപ്ത പറയുന്നു, എന്നെക്കൊണ്ട് നിന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് നീ പറയണം, എന്തിനായാലും ഞാൻ റെഡിയാണ്. മാഗിക്ക് കുറച്ച് മടിയുണ്ട് പറയാൻ. അവൾ പറയാൻ പോകുന്ന കാര്യം മിസ്റ്റർ ഗുപ്തയെ ബുദ്ധിമുട്ടിക്കുമോ എന്നൊരു സംശയം അവൾക്കുണ്ട്. പിന്നീട് അവൾ പറയുന്നു, ഇന്നലെ തൊട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മിസ്റ്റർ ഗുപ്തയെ ഒന്ന് വന്നിരുന്നെങ്കിൽ, അദ്ദേഹത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അദ്ദേഹം ആ റിങ്ങിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ കാണിച്ചു കൊടുത്ത ക്രിസ്റ്റൽ റിങ് അതിലൊന്ന് നോക്കിയാൽ ചിലപ്പോൾ ഫ്രാങ്കിനെ കുറിച്ച് വല്ല വിവരവും കിട്ടും. അപ്പം അദ്ദേഹം ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് മാഗിയുടെ അമ്മ ഇന്നലെ തൊട്ടേ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഷീ റോട്ട് എ ലെറ്റർ ടു മിസ്റ്റർ ഗുപ്ത. If you want me to try once more, go and bring me the ring, Maggie. Of course I'll do it. But if you don't see anything again this time, I understood what Maggie meant. I was silent. Mr. Gupta, I have read in books that Hindus are extremely truth-loving. If you could bring yourself to tell Mother only once after looking into the crystal that Frank is all right, that he is alive, will it be too much of a lie? Will it be very, very wrong? As she spoke, tears streamed from her eyes.
അപ്പോൾ മിസ്റ്റർ ഗുപ്ത പറഞ്ഞു, ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ആ ക്രിസ്റ്റൽ റിങ്ങിലേക്ക് നോക്കാം. അപ്പോൾ മാഗി ചോദിക്കുകയാണ്, വാട്ട് ഇഫ് യു ഡിഡിൻ സീ എനിത്തിങ് ഇൻ ദാറ്റ് ക്രിസ്റ്റൽ റിങ്? കഴിഞ്ഞ തവണത്തെ പോലെ ഇനിയും നിങ്ങൾ അതിലൊന്നും കണ്ടില്ലെങ്കിലോ? ഫ്രാങ്കിനെ കുറിച്ച് നിങ്ങൾക്കൊരു വിവരവും പറയാനായില്ലെങ്കിലോ? അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ എന്താണ് മാഗി ഉദ്ദേശിക്കുന്നത്? മാഗിക്ക് വേണ്ടത് മിസ്റ്റർ ഗുപ്ത റിങ്ങിൽ നോക്കിയിട്ട് ഫ്രാങ്കിനെ കണ്ടാലും ഇല്ലെങ്കിലും അമ്മയോട് പറയണം ഫ്രാങ്കിനെ കണ്ടു, അവന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ഷി വോണ്ട് മിസ്റ്റർ ഗുപ്ത ടു ടെൽ എ ലൈ. ഒരു കള്ളം പറയണം. പക്ഷെ അത് നേരിട്ട് അയാളോട് പറയാൻ അവൾക്ക് ഭയങ്കര മടിയുണ്ട്, കള്ളം പറയണമെന്ന് പറയാൻ. കാരണം അവൾ കേട്ടിട്ടുണ്ട് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. വളരെ സത്യസന്ധരായ ആൾക്കാരാണ് ഹിന്ദുസ് എന്ന് അവൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഐ തോട്ട് ഇറ്റ് ഓവർ. ഐ എം നോട്ട് വെരി വെർച്വസ്. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്. സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. പ്ലീസ് മാഗി, ഡോണ്ട് ക്രൈ. വെർ ഇസ് ദ റിംഗ്? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് ടൈം. If I do not see anything, I shall do as you suggest. God will forgive me if it is wrong. മാഗി ഇങ്ങനൊരു കള്ളം പറഞ്ഞപ്പോൾ മിസ്റ്റർ ഗുപ്ത ഒന്ന് ആലോചിച്ചു. അദ്ദേഹം പറയുന്നു, ഐ ആം നോട്ട് ദാറ്റ് മച്ച് ട്രൂത്ത്ഫുൾ. ഞാൻ അത്ര സത്യസന്ധനായ ഒരാളൊന്നുമല്ല. എൻ്റേതായ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മാഗി പറഞ്ഞ പോലെ ഇങ്ങനൊരു കള്ളം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ചെറിയ തെറ്റായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാഗിയോട് പറയുന്നു, കരയേണ്ട, നീ റിങ് എടുത്തിട്ട് വാ, ഞാൻ നോക്കട്ടെ. ഇപ്പോഴും എനിക്കൊന്നും അതിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞോളാം. ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ഫോർഗീവ് മീ. തീർച്ചയായും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ ദൈവം എന്നോട് പൊറുക്കും. മാഗി ബ്രോട്ട് മീ ദ റിങ്. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ്, സീ ഇഫ് യുവർ മദർ ഇസ് awake. 15 minutes passed before Maggie came back. Mother is awake, she said. I have told her you are here. May I see her now? Please come. I approached the mother's bedside. The ring was in my hand. Wishing her a good morning, I said, Mrs. Clifford, your son is alive. He is well. പിന്നീട് മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റൽ റിങ്ങിലേക്ക് നോക്കി അത് നന്നായിട്ട് വീക്ഷിക്കുന്ന പോലെയൊക്കെ അഭിനയിച്ചിട്ട് അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മിസ്സിസ് ക്ലിഫോർഡിൻ്റെ റൂമിലേക്ക് ചെന്നു. അവരുണർന്നപ്പോൾ അവരോട് പറഞ്ഞു, മിസ്സിസ് ക്ലിഫോർഡ്, നിങ്ങളുടെ മകൻ വളരെ സുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ അവനെ കണ്ടു, അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു കള്ളം പറഞ്ഞു. The old woman raised her head a little off the pillow. Did you see that in the crystal? She asked. Yes, Mrs. Clifford, I answered without any hesitation. I have seen it. Her head dropped back. Tears of happiness welled from her eyes. She whispered faintly, God bless you, God bless you. Mrs. Clifford recovered. എന്ത് സംഭവിച്ചു? അദ്ദേഹം ഇങ്ങനൊരു കള്ളം പറഞ്ഞപ്പോൾ മിസ്സസ് ക്ലിഫോർഡിന് ഭയങ്കര സന്തോഷമായി. അവർ ചോദിക്കുകയാണ്, ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? നിങ്ങളത് ക്രിസ്റ്റലിൽ കണ്ടോ? എൻ്റെ മകനെ കണ്ടോ? ഐ ഹാവ് സീൻ ഇറ്റ്, മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ്. അങ്ങനെ അമ്മ അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു പൊഴിഞ്ഞു. ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ്. അങ്ങനെ സാവധാനം അവരുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തു. It was almost time for me to return to my country. I wished to go to Lambeth to say goodbye to Maggie and her mother. But the family was in mourning. Frank had been killed in the fighting on the frontier. A month ago, Maggie had sent me a card with a black border. I calculated from the date and found that Frank had been dead some days when I told his mother he was alive and well. I felt ashamed to face Mrs. Clifford. So I wrote a letter to them, announcing my departure and bidding them goodbye. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മിസ്റ്റർ ഗുപ്തയ്ക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവേണ്ട സമയമായി. അപ്പോൾ അദ്ദേഹം ലാംബത്തിൽ പോയി മാഗിയെയും അവളുടെ അമ്മയെയും നേരിട്ട് കണ്ട് യാത്ര പറയണമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഒരു മാസം മുമ്പ് മാഗിയുടെ ഒരു ലെറ്റർ കിട്ടി. അതിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രാങ്ക് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, അവിടെ ഉണ്ടായ ഫൈറ്റിൽ ഫ്രാങ്ക് കൊല്ലപ്പെട്ടു എന്നും അവളുടെ ഒരു ലെറ്റർ കിട്ടിയിരുന്നു. The family is in mourning. മോർണിംഗ് MOURNING. ദുഃഖാചരണം എന്നാണ് അർത്ഥം. MORNING ആണ് നമ്മുടെ രാവിലെ എന്നുള്ളത്. ഇത് MOU.
സോ ഇത് ദുഃഖാചരണമാണ്. ബ്രദർ മരിച്ച് ദുഃഖം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് മിസ്സസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ ചെറിയൊരു ജാള്യതയുണ്ട്. കാരണം ഫ്രാങ്ക് മരിച്ചു എന്ന് പറഞ്ഞ് മാഗി അയച്ച ആ ലെറ്റർ നോക്കിയിട്ട് അദ്ദേഹം ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഫ്രാങ്ക് മരിച്ച ഡേറ്റ് ഏകദേശം അന്ന് കഴിഞ്ഞ തവണ അദ്ദേഹം മാഗിയുടെ വീട്ടിൽ പോയിട്ട് ഫ്രാങ്കിന് കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മയോട് പറഞ്ഞല്ലോ, ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിയിട്ട് കള്ളം പറഞ്ഞല്ലോ. ആ ഒരു സമയത്താണ് ഫ്രാങ്ക് മരിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇനി എങ്ങനെയാണ് കള്ളം പറഞ്ഞതാണ് എന്നുള്ളത് മിസ്സസ് ക്ലിഫോർഡിനും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം നേരിട്ട് പോകാതെ അവർക്കൊരു കത്തെഴുതി. ഞാൻ പോവുകയാണ്, ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊരു കത്തെഴുതി. The morning of my last day in London dawned. I was to leave before night. As I was breakfasting with the family, there was a knock at the door. A minute or two later, the maid came in and announced, "Please, Mr. Gupta, Miss Clifford has come to see you." അങ്ങനെ മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ്സസ് ക്ലിഫോർഡ് തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അവിടുത്തെ സെർവൻറ്റ് വന്നു പറഞ്ഞു. The morning of my last day in London, my breakfast was unfinished. Maggie had come to say goodbye, lest she be late for office because of me. I took the permission of my hostess and got up from the table. Maggie was standing in the hall. She was wearing black. I took her into the adjoining library and made her sit down. "Are you leaving today?" she asked. "Yes, Maggie. Today is the day of my departure." "How long will it take you to reach your country?" "A little more than 2 weeks." "In what part of the country do you live?" "I have entered the Punjab civil service. I shall not know exactly where I am posted until I arrive there." മാഗി എന്തിനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. മാഗി വന്നിട്ട് ചോദിച്ചത്, നിങ്ങൾ ഇന്ന് പോവുകയാണോ, എത്ര ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെത്തും, എവിടെയാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത്, ഇതാണ് മാഗിക്ക് അറിയേണ്ടത്. ആൻഡ് മിസ്റ്റർ ഗുപ്താസ് റിപ്ലൈ വാസ്, ഇന്ന് ഞാൻ പോകും, 2 ആഴ്ചക്കുള്ളിൽ അവിടെ എത്തും. പഞ്ചാബിലാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്, പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ പഞ്ചാബിൽ എക്സാക്ട്ലി എവിടെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. "Is the frontier very far from there?" "No, not very." നിങ്ങൾ പോകാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരെ ആയിരിക്കോ ഫ്രാങ്ക് മരിച്ച സ്ഥലം? "അല്ല, ആയിരിക്കില്ല." "Frank is buried at Fort Monroe near Daraghazi Khan." The girl's eyes were filled with tears as she spoke. ഫ്രാങ്കിനെ അടക്കം ചെയ്തിട്ടുള്ളത് ഡെറാഗാസി ഖാൻ്റെ അടുത്തുള്ള ഫോർട്ട് മൺട്രോയിലാണ്. അത് പറയുമ്പോൾ ആ പാവം പെൺകുട്ടി കരയുകയായിരുന്നു. "When I go to that part of the country, I shall visit your brother's grave and write to you." മിസ്റ്റർ ഗുപ്ത പറഞ്ഞു, ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവ്, കുഴിമാടം, ശവകുടീരത്തിലേക്ക് ഞാൻ വിസിറ്റ് ചെയ്യും. എന്നിട്ട് തീർച്ചയായും അത് നിന്നെ എഴുതി അറിയിക്കുകയും ചെയ്യും. "It won't be troublesome for you." നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ? "Or inconvenient?" എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? മാഗി asked. "Why should it be? Daraghazi Khan is not very far from where I shall be. It will certainly be possible for me to go there someday. I'll write and tell you about it." ഒരു കുഴപ്പമില്ല, ഞാൻ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്താണ് ഡെറാഗാസി ഖാൻ. എന്തെങ്കിലും ഒരിക്കലും അവിടെ പോയി നിൻ്റെ ബ്രദറിൻ്റെ ശവകുടീരം വിസിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേ അല്ല. അവിടെ പോയതിന് ശേഷം ഞാൻ നിനക്ക് ലെറ്റർ എഴുതാം. Maggie's face filled with gratitude. As she thanked me, her voice choked. She took a shilling out of her pocket and put it down on the table in front of me, saying, "Please buy flowers with this shilling when you go and lay them on my brother's grave for me." അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളൊരു സഹോദര സ്നേഹം കാണാൻ പറ്റുന്നത്. മാഗി നമ്മൾ നേരത്തെ പറഞ്ഞു 13-14 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്. പക്ഷേ ഈ കഥയിലുടനീളം നമുക്ക് കാണാം ഷി ഷോസ് മെച്യൂരിറ്റി മോർ ദാൻ ഹർ ഏജ്, അല്ലേ? അവളുടെ യഥാർത്ഥ വയസ്സിനേക്കാൾ കൂടുതൽ പക്വത അവൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ വന്നിട്ടുള്ളത് എന്തിനാണ്? നിങ്ങൾ അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ പോവുകയാണെങ്കിൽ, അവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഷില്ലിങ് കൊടുത്തിട്ട് അവൾ പറയാണ്, ഷില്ലിങ് എന്ന് വെച്ചാൽ അവിടുത്തെ പൈസയാണ്, ഈ ഷില്ലിങ് കൊണ്ട് നിങ്ങൾ അവന് പൂക്കൾ വാങ്ങിച്ചു കൊടുക്കണം, എന്നിട്ടത് അവൻ്റെ ഗ്രേവിൽ വെക്കണം. In my emotion, I lowered my eyes. The child had earned the shilling with so much toil. I felt like returning it to her, explaining that in our country, flowers grow in great profusion and do not have to be
പർച്ചേസ്ഡ്. അത് കണ്ടപ്പോൾ അവൾ ആ ഒരു ഷില്ലിങ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടത് ടച്ച് ചെയ്തു അദ്ദേഹത്തെ. ആ ചെറിയ കുട്ടി ഒരു ഷില്ലിങ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും കഠിനമായിട്ട് അധ്വാനം ചെയ്തിട്ടുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷില്ലിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ടാണ്. അതാണ് അവൾ തന്നത്. ആദ്യം മിസ്റ്റർ ഗുപ്ത വിചാരിച്ചു ഇന്ത്യയിൽ പൂക്കൾ ഒരുപാട് വളരുന്നുണ്ട്, അതുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷില്ലിങ് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാമെന്ന്. പക്ഷെ പിന്നീട് അദ്ദേഹം തീരുമാനം മാറ്റി. എന്തുകൊണ്ടാണ്? ബട്ട് ഐ റീകൺസിഡേർഡ്. Why should I deprive her of the joy this sacrifice would give her? All that this shilling could have given her, she was foregoing for the love of her brother. The joy of doing it was beyond all price. The grief in her heart would be eased a little. What good would it do to deprive her of it? I picked up the shilling. പക്ഷെ തൊട്ടടുത്ത നിമിഷം അദ്ദേഹം ആ ഷില്ലിങ് അവൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനം മാറ്റി. എന്തുകൊണ്ടാണ്? ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് എ സാക്രിഫൈസ് ഫോർ ഹർ ബ്രദർ, അല്ലേ? അവൾ അവളുടെ ബ്രദറിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യാണ്. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഷില്ലിങ് അവൻ്റെ കുഴിമാടത്തിൽ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അത് തിരിച്ചു കൊടുത്താൽ ആക്ച്വലി മിസ്റ്റർ ഗുപ്ത അവൾക്ക് ഈ ഒരു സാക്രിഫൈസിലൂടെ കിട്ടുന്ന സന്തോഷം ഇല്ലാതാക്കി കളയുകയാണ്, അല്ലേ? അതാണ് അദ്ദേഹം ചിന്തിച്ചത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്രദറിന് വേണ്ടിയിട്ട് അവൻ്റെ മരണശേഷമെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ അവൾക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടിയേക്കാം. ആ സന്തോഷം ഞാനായിട്ടില്ലാതാക്കണ്ട എന്ന് കരുതിയിട്ട് മിസ്റ്റർ ഗുപ്ത ആ ഒരു ഷില്ലിങ് വാങ്ങി. മാഗി, ഐ സെഡ്, ഐ ഷാൽ യൂസ് ദിസ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. ഞാൻ ഈ ഒരു ഷില്ലിങ് ഉപയോഗിച്ച് ഫ്ലവേഴ്സ് വാങ്ങും, എന്നിട്ടത് നിൻ്റെ ബ്രദറിൻ്റെ കുഴിമാടത്തിൽ അർപ്പിക്കുകയും ചെയ്യും. മാഗി stood up. How can I thank you? She said. Now it's time for me to go to work. Goodbye. Remember to write. അങ്ങനെ മാഗി യാത്ര പറഞ്ഞ് അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞ് തിരിച്ചു പോവാണ്. I got up and took her hand in mine. Goodbye, Maggie. God bless you, I said, and pressed her hand to my lips. Maggie left. I wiped a tear or two from my eyes and went upstairs to pack my bags. അങ്ങനെ മാഗി യാത്ര പറഞ്ഞു പോകുമ്പോൾ അവളോടുള്ള സ്നേഹവും ആ കുട്ടിയുടെ കരുതലും ഒക്കെ ഓർത്തിട്ട് 2 തുള്ളി കണ്ണുനീർ പൊഴിക്കുകയാണ് മിസ്റ്റർ ഗുപ്ത. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദി സ്റ്റോറി. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. അല്ലെ, വളരെ നല്ലൊരു കഥയാണ്. സഹോദര സ്നേഹത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, ഹ്യൂമൻ റിലേഷൻഷിപ്സിൻ്റെ ഒക്കെയുള്ള ഒരു കഥയാണിത്. മിസ്റ്റർ ഗുപ്തക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല മാഗിയുമായിട്ട്, അല്ലേ, അവളുടെ ഫാമിലിയുമായിട്ട്. പക്ഷെ അദ്ദേഹം അവൾക്ക് വേണ്ടി കരയുന്നത്, അവൾക്ക് വേണ്ടി ആ ഷില്ലിങ് വാങ്ങി ബ്രദറിൻ്റെ ഗ്രേവിൽ പോവാമെന്ന് പറയുന്നത്, ഇതിന് മുൻപ് നമ്മൾ കണ്ടു അവളെ സൂവിൽ കൊണ്ടുപോയി, അവളുടെ അമ്മയ്ക്ക് രോഗം ഭേദമാവാൻ വേണ്ടി കള്ളം പറഞ്ഞു. ഇതൊക്കെ ഓൺലി ഔട്ട് ഓഫ് ലവ്, സ്നേഹം കൊണ്ട് മാത്രമാണ്. നമ്മളൊക്കെ സ്നേഹം കൊണ്ടാണോ റെസ്പോൺസിബിലിറ്റി കൊണ്ടാണോ പലതും ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പലർക്കും പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാവും. മോർ ഓഫൺ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, അല്ലേ? മിക്കവാറും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത് നമ്മുടെ ഡ്യൂട്ടി ആയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കഥയിൽ മിസ്റ്റർ ഗുപ്ത മാഗിക്ക് ചെയ്തു കൊടുക്കുന്നതൊക്കെ ഔട്ട് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പേരിലാണ്. മാഗിക്ക് അവളോടുള്ള സ്നേഹം, അവളുടെ സഹോദരനോടുള്ള സ്നേഹം, അമ്മയ്ക്ക് മകളോടുമുള്ള സ്നേഹം, മിസ്റ്റർ ഗുപ്തക്ക് മാഗിയോടുള്ള സ്നേഹം ഒക്കെ ഇവിടെ കാണാൻ പറ്റും. തീർച്ചയായും വളരെ നല്ല ഒരു മെസ്സേജ് തരുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.